ആധുനിക ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പേ അനന്തപുരിയുടെ അക്ഷരശേഖരത്തിലെ തിളങ്ങുന്ന വജ്രമാണ് സെൻട്രൽ ലൈബ്രറി. അനന്തപുരിയുടെ ചരിത്രത്തിന്റെ ഏടുകളാണ് ഈ ഗ്രന്ഥശാല. ദിവസേന നൂറുകണക്കിന് വായനക്കാരാണ് പബ്ലിക് ലൈബ്രറിയിലേക്ക് എത്തുന്നത്. തിരക്ക് പിടിച്ച നഗരത്തിനും തിരക്ക് പിടിച്ച ജീവിതത്തിനുമിടയിൽ ശാന്തമായ ഒരിടം. സ്വന്തം ശ്വാസം പോലും കേൾക്കാൻ കഴിയുന്ന നിശബ്ദതയുടെ ലോകം. നിശബ്ദത മാത്രമല്ല ഇവിടം സമ്മാനിക്കുന്നത്, അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും മറ്റൊരു ലോകം തന്നെ ഈ അക്ഷരമുത്തശ്ശി അനന്തപുരിക്ക് തുറന്നു നൽകുന്നുണ്ട്. 2 നൂറ്റാണ്ടോളമായി കടന്നുപോയ ഋതുഭേദങ്ങളുടെയെല്ലാം കഥ പറഞ്ഞ് അക്ഷരമുത്തശ്ശി ഇന്നും തലസ്ഥാന നഗരിയിൽ തലയുയർത്തി നിൽക്കുന്നു. വർഷം പിന്നിടുമ്പോഴും ഇന്നും തലസ്ഥാനത്തെ വായനക്കാരുടെ മനസ്സിൽ ആദ്യം എത്തുന്ന പേരാണ് തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി അഥവാ പബ്ലിക് ലൈബ്രറി. 1829 ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്താണ് സെൻട്രൽ ലൈബ്രറി നിലവിൽ വന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥശാലകളിൽ ഒന്നായ ഇവിടം തലസ്ഥാന ചരിത്രത്തിന്റെ തന്നെ ഒരു അടയാളമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രയിൽ ഒന്നായി മാറിയ പബ്ലിക് ലൈബ്രറി ഒരുപാട് ജീവിതങ്ങളിൽ അറിവിന്റെ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളുടെയും അറിവിന്റെയും കലവറയായ ഈ പുസ്തകശാല തലസ്ഥാനത്തിന് എന്നും ഒരു ആകർഷണമാണ്. കാലം മാറി, സാങ്കേതിക വിദ്യകൾ മാറി, ഗ്രന്ഥശാലയിലേക്ക് എത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു. എങ്കിലും പഴമയിലെ പുതുമ നിലനിർത്തി അനന്തപുരിയുടെ സ്വന്തം അക്ഷരമുത്തശ്ശി കഥകളും കവിതകളുമായി ഇന്നും തലയുയർത്തി പിടിച്ചു നിൽക്കുകയാണ്. കൾച്ചറൽ ഡെസ്ക്, ജനം.